thermal last portion. സ്റ്റീം നോസിൽ പ്രാവശ്യം ക്ലാസ്സിലെടുത്താണ്, ഒന്നുകൂടി പറയുകയാണ്. സ്റ്റീം നോസിലിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റീം യൂസ് ചെയ്ത് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോയിലറിൽ ആദ്യം ഒരു ഹീറ്റ് കൊടുത്ത് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ സ്റ്റീം ജനറേറ്റ് ആവും. ഈ സ്റ്റീം പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ വെറുതെ തുറന്നു വിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല, അതിലൊരു നോസിൽ വെച്ചിട്ട് അതിൻ്റെ പ്രഷർ കുറയ്ക്കും, വെലോസിറ്റി കൂട്ടും. അതായത് നമ്മളിപ്പോൾ ഗാർഡനിൽ ഉപയോഗിക്കുന്ന ഹോസിൽ നമ്മൾ വെള്ളം ചീറ്റിക്കുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കുക പ്രഷർ കൂടുകയാണെന്ന്. പക്ഷെ പ്രഷർ കൂടുകയല്ല, പ്രഷർ കുറയും. പ്രഷർ റെഡ്യൂസ്ഡ്, വെലോസിറ്റി ഇൻക്രീസ്. അതാണ് ആക്ച്വലി സംഭവിക്കുക. വേണമെങ്കിൽ നമുക്ക് നോക്കാം, പ്രഷറിൻ്റെ ഫോർമുല ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഈ ഔട്ട്പുട്ടിൽ വരുന്ന സ്റ്റീമിൽ സ്റ്റീമിൻ്റെ ഫോഴ്സ് അവിടെ ഉണ്ടാവും, പക്ഷേ ഏരിയ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് കിടക്കുന്നത്. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ഇൻഫിനിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേനും വളരെ അപ്രോക്സിമേറ്റ്ലി 0, വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി. അതുകൊണ്ട് പ്രഷർ എപ്പോഴും റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കാൻ, നോസിലൂടെ പോകുന്ന എന്ത് ഫ്ലോ ആണെങ്കിലും സഡനായിട്ട് പ്രഷർ റെഡ്യൂസ് ചെയ്യും, വെലോസിറ്റി കൂടും. ഇതാണ് നോസിലിൽ നടക്കുക. 3 ടൈപ്പ് സ്റ്റീം നോസിലുകളുണ്ട്. ഏതൊക്കെയാണ്? കൺവെർജൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും വലിയ ക്രോസ് സെക്ഷനിൽ നിന്ന് ചെറിയ ക്രോസ് സെക്ഷൻ കൺവെർജ് ചെയ്യുക. ഡൈവർജൻറ്റ് കൺവെർജൻറ്റ്, ഡൈവർജൻറ്റ്. ഇങ്ങനത്തെ 3 ടൈപ്പ് നോസിലുകളുണ്ട്. ഈ 3 നോസിലുകൾ നമുക്ക് സ്റ്റീമിൽ പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കാം. ഇനി ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഓഫ് സ്റ്റീം ലീവിങ് ദി നോസിൽ. നോസിലിൻ്റെ പുറത്തേക്ക് പോകുന്ന സ്റ്റീമിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഫോർമുല ഡിറൈവ് ചെയ്യണം, ഒരു ഡെറിവേഷനാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബോയിലറിനകത്ത് വെള്ളം തിളച്ച് സ്റ്റീം ഉണ്ടാവും. സ്റ്റീമിൻ്റെ എൻതാൽപ്പി h1 ആണെന്ന് വിചാരിക്കുക, ഉള്ളിലെ വെലോസിറ്റി v1 ആണെന്ന് വിചാരിക്കുക. ഈ സ്റ്റീം നമ്മളൊരു നോസിലേക്ക് കൊടുക്കുന്നു. നോസിലിൻ്റെ ഔട്ട്പുട്ടിൽ v2 വെലോസിറ്റി, h2 എൻതാൽപ്പി ആണെന്ന് വിചാരിക്കാം. അതായത് സ്റ്റീം പുറത്തേക്ക് കൊടുക്കുമ്പോഴത്തേനും വേറെ എൻതാൽപ്പി ആയിരിക്കും. ഉള്ളിലത്തെ അകത്തെ എൻതാൽപ്പികൾ തമ്മിൽ വ്യത്യാസം. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് വ്യത്യാസം ഉണ്ടാവും. ടോട്ടൽ എനർജി, ഞാനിത് ക്ലാസ്സിലെടുത്തപ്പോൾ ഡെറിവേഷൻ പറഞ്ഞത് ബെർണോൾസ് തിയറി അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞത്. ബെർണോൾസ് തിയറി അല്ല ശരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. ടോട്ടൽ എനർജി ബാലൻസ്, അതായത് ഇൻസൈഡിലെ എനർജിയും ഔട്ട്സൈഡിലെ എനർജിയും ബാലൻസ് ആയിരിക്കുന്നു. അതായത് ഇൻസൈഡിലുള്ള എനർജി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻതാൽപ്പി പ്ലസ് ഇതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോഴത്തേനും v1² / 12 mv². മാസ് എപ്പോഴും 1 kg ആയിട്ട് എടുക്കും, അതുകൊണ്ടാണ് മാസ് 1 ആയത്. അപ്പോൾ v1² / 2g പ്ലസ് h2 പ്ലസ് v2² / 2 g ഇല്ല 2 ½ mv². കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². മാസ് ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ½ v². അതാണ് കൈനറ്റിക് എനർജി. അത് ഇൻസൈഡിലും ഔട്ട്സൈഡിലും ബാലൻസ്ഡ് ആയിരിക്കും. ഇനി നമ്മൾ എൻതാൽപ്പി എപ്പോഴും പറയുക എന്ന് പറയുമ്പോൾ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു കിലോ ജൂളിലാണ് നമ്മൾ സ്റ്റീമിൻ്റെ കാര്യത്തിൽ എപ്പോഴും പറയുക. ½ mv² എന്ന് പറയുമ്പോഴത്തേനും വെറും ജൂളിലാണ് പറയുക. അപ്പോൾ അത് കിലോ ജൂളിലേക്ക് ആക്കാനായിട്ട് ഒരു 1000 ഇട്ട് ഡിവൈഡ് ചെയ്യും. 2 ഈസ് ഈക്വൽ ടു h2 പ്ലസ് v2² / 1000 × 2. നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സ്റ്റീം എപ്പോഴും പുറത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെ സ്പീഡ് കൂടുന്നത്. v2 എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഉള്ളിലുള്ള സ്റ്റീം ഇതിൻ്റെ ഉള്ളിൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, കുറവായിരിക്കും, തീരെ ഉണ്ടാവില്ല. അതുകൊണ്ട് v1 വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേനും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ h1 ഈസ് ഈക്വൽ ടു h2 പ്ലസ് v1² / 2000 എന്ന് പറഞ്ഞൊരു ഫോർമുല കിട്ടും. v2. അപ്പോൾ v2ൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴത്തേനും v2
divided by 2000 is equal to h1 minus h2. അപ്പോൾ v2 square is equal to h1 minus h2 into 2000 is equal to v2 is equal to root of h1 minus h2 into 2000 is equal to root of 2000 hd. hd എന്ന് പറയുമ്പോഴത്തേനും hd is equal to എൻതാൽപ്പി ഡ്രോപ്പ്, അതായത് തുടക്കത്തിലുള്ള എൻതാൽപ്പി മൈനസ് കഴിയുമ്പോഴുള്ള എൻതാൽപ്പി, അതിൻ്റെ ഡിഫറൻസ് ആണ് എച്ച് ഡി എന്ന് പറയുന്നത്. ഇതാണ് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ലീവിങ് ദി നോസിൽ. ഇത് വെച്ചുള്ള ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. എ ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം, ഞാൻ നോട്ട് അയച്ചുതരാം, അതിൽ നോക്കിയാൽ മതി. 21 എഴുതിയേക്കുന്ന പ്രോബ്ലം. ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം 5 bar ആണ് അതിൻ്റെ പ്രഷർ. വെലോസിറ്റി നെഗ്ലിജിബിൾ ആണ്, അതായത് ബോയിലറിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് നെഗ്ലിജിബിൾ ആണ്. അതൊരു സ്റ്റീം നോസിലൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് 1 ബാറിലേക്കാവുന്നു. ഡ്രൈനസ് ഫ്രാക്ഷൻ 0.94 അപ്പോൾ എക്സിറ്റ് വെലോസിറ്റി കണ്ടുപിടിക്കുക. എക്സിറ്റ് വെലോസിറ്റി ഡിറ്റർമൈൻ, അതായത് V2 കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിയർ ഡയഗ്രാം വെച്ചിട്ടാണ് ചെയ്യുക. മോളിയർ ഡയഗ്രാം എടുക്കുക. മോളിയർ ഡയഗ്രത്തിൽ നമ്മൾ പോയിന്റുകൾ ലൊക്കേറ്റ് ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ തന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം 5 bar എന്നാണ്. ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം 5 bar മോളിയർ ഡയഗ്രത്തിൽ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻതാൽപ്പി, ഇത് എന്തോൾപ്പി, ഇതാണ് സാച്ചുറേഷൻ കർവ്. സാച്ചുറേഷൻ കർവിൽ 5 bar ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ടാവും 1 2 3 4 5. അവിടെ 5 നമ്മൾ സാച്ചുറേഷൻ കർവ് എന്ന് പറഞ്ഞാൽ ഈ കർവിൽ 5 bar. ഫസ്റ്റ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ടു 1 bar. എക്സ്പാൻഡ് ടു 1 bar എന്ന് പറഞ്ഞാണ്. അതായത് ഇവിടെ നിന്ന് ഇത് 1 ബാറിലേക്ക് എക്സ്പാൻഡ് ചെയ്യും. 1 ബാറിലെ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. 1 ബാറിൻ്റെ ലൈൻ ഇവിടെ എവിടെയോ പോകുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിലൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, നോസിലൂടെ സ്റ്റീം എക്സ്പാൻഡ് ചെയ്യണത് എപ്പോഴും ഐസെൻട്രോപ്പിക്കലി ആയിരിക്കും. സെൻട്രോപ്പിക്കലി എന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും ഒരു വെർട്ടിക്കൽ ലൈൻ താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നോസിലൂടെയുള്ള ഫ്ലോ. ഇതിലപ്പോൾ 1 bar തന്നിട്ടുണ്ട്. 1 bar എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 bar എന്നുണ്ട്. ആൻഡ് ഡ്രൈനസ് ഫ്രാക്ഷൻ 0.94 എന്നും പറഞ്ഞിട്ടുണ്ട്. 0.94. അതായത് ആക്ച്വൽ കേസിൽ നമ്മൾ വെർട്ടിക്കൽ ലൈനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ 1 bar 0.94 എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡ്രൈനസ് ഫ്രാക്ഷൻ 0.94 കിട്ടും. ആ 94ഉം 1 bar കൂടി മുട്ടണ ഒരു ലൈൻ എടുക്കുക. അപ്പോൾ ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റിലേക്ക് ഇതിങ്ങനെ ചരിച്ച് വരയ്ക്കണം. അതായത് ഇത് ഇങ്ങോട്ടോ, ചിലപ്പോൾ നിങ്ങൾ ആക്ച്വലി ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ സൈഡിലേക്കായിരിക്കും വരിക. ഈ സൈഡിലേക്കാണെങ്കിൽ ചരിച്ച് വരയ്ക്കുക. ഈ 2 പോയിന്റും കൂടി നോക്കണം. ഇതിൽ ആക്ച്വൽ മോളിയർ ഡയഗ്രം ഇല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പിന്നെ ചോദിച്ചാൽ മതി. നമുക്ക് ആദ്യത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്. ഇനി കണ്ടീഷനിലെ കേസിൽ ഈ ഡ്രൈനസ് ഫ്രാക്ഷൻ ചോദ്യത്തിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 5 നിന്ന് 1 സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും റിസൾട്ട്. ഇവിടെ നിന്ന് H1 H2 നമുക്ക് കിട്ടി. അപ്പോൾ V2 is equal to H1 minus H2 2000. V2 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും m/s ആയിരിക്കും. ഇതൊരു ടിപ്പിക്കൽ പ്രോബ്ലമാണ്. ഇനി അടുത്തൊരു പ്രോബ്ലം നമ്പർ 21.02.
സ്റ്റീം 15 ബാർ, ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം 15 ബാർ ഒരു നോസിലൂടെ പോയിട്ട് അത് 1 ബാറിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. 1 ബാറിലേക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെലോസിറ്റി എത്രയെന്ന് കണ്ടുപിടിക്കുക, V2 കണ്ടുപിടിക്കുക. ഒരു കാര്യം കൂടി കണ്ടുപിടിക്കണം, 10% ഓഫ് ഹീറ്റ് ഡ്രോപ്പ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അതായത് 10% ഹീറ്റ് ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഫൈനൽ വെലോസിറ്റി, അതായത് അങ്ങനെ ഒരു കേസിലാണെങ്കിൽ വെലോസിറ്റി എത്രയായിരിക്കും എന്ന്. അപ്പോൾ ആദ്യം തന്നെ മോളിയർ ഡയഗ്രം എടുക്കാം. നേരത്തെ പറഞ്ഞാൽ ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമാണ്. നമുക്ക് 5 ബാർ, നമുക്ക് ഡയറക്റ്റ് 5 ബാർ കിട്ടും. അവിടെ നിന്ന് അത് 1ലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാണ് അല്ലേ. നമുക്ക് കറക്റ്റ് 1 ബാറിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഇവിടെ നിന്ന് 2 ലൈൻ വരച്ച് കഴിഞ്ഞാൽ H1 H2 HD എന്ന് പറയുന്ന ക്വാണ്ടിറ്റി H1 - H2 എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് എത്രയാണെന്ന് വെച്ചാൽ കിട്ടും. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √H1 - H2 × 2000. ഇതാണ് ആദ്യത്തെ വെലോസിറ്റി. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മീറ്റർ/സെക്കൻഡ്. ഇനി 10% ഹീറ്റ് ഡ്രോപ്പ് ആവുന്നുണ്ട്. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ HD-യുടെ 10% ഹീറ്റ് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ പുതിയ വെലോസിറ്റി V2 ന്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ √2000 HD. അതിൻ്റെ 10% പോകുമെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കിട്ടിയേക്കണ HD-ൻ്റെ വാല്യൂ HD × 0.90 എടുക്കുക. മനസ്സിലായോ? അതായത് HD-യുടെ 10% പോകണമെന്ന് പറയണം. 10% പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100%ത്തിൽ നിന്ന് 10% പോകുമ്പോൾ 90%. HD-യുടെ 90 ഇട്ട് ഗുണിക്കുമ്പോഴുള്ള വെലോസിറ്റി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ HD എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ V2 ന്യൂ ഈസ് ഈക്വൽ ടു √2000 × 0.90 HD. 0.10 അല്ല എടുക്കേണ്ട, 0.90. 10% പോകണമെന്ന് പറയണം. അപ്പോൾ 10% പോകുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ HD × 0.9. അപ്പോൾ നമ്മൾക്ക് V2 ന്യൂ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കിട്ടും. ഈ 2 ടിപ്പിക്കൽ പ്രോബ്ലംസാണ് ഉണ്ടാവുള്ളൂ. കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും.